ക്രിസ്മസ് ആഘോഷത്തിന് ആശംസ അറിയിച്ച് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ ഫേസ്ബുക്കിലിട്ട പോസ്റ്റിന് കീഴെ തെറിവിളിയും ഉപദേശവുമായി മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമി അണികൾ. ഹൃദയങ്ങളിൽ പ്രതീക്ഷയുടെ നക്ഷത്രങ്ങൾ നിറയട്ടെ എന്ന കുറിപ്പിന് കീഴെ രൂക്ഷമായി പ്രതികരിച്ചവരും ഇതര മതസ്ഥരുടെ ആഘോഷത്തിൽ പങ്കുചേരുന്നത് ഇസ്ലാമിന് നിരക്കാത്തതാണെന്നും ഉപദേശിക്കുന്നവരുമുണ്ട്. മറ്റു മതസ്ഥരുടെ വിശ്വാസത്തിൽ പങ്കുചേരുന്നത് സ്വന്തം മതത്തോടും വിശ്വാസത്തോടും കാണിക്കുന്ന വഞ്ചനയാണെന്നാണ് ഒരാളുടെ പ്രതികരണം. പടച്ചവന് കുഞ്ഞു പിറന്നു എന്ന് പറഞ്ഞ് മറ്റു മതക്കാർ ആഘോഷിക്കുമ്പോൾ അതിൽ പങ്കുകൊള്ളാനോ ആശംസയർപ്പിക്കാനോ യഥാർത്ഥ മുസ്ലിമിന് സാധ്യമല്ലെന്ന് മറ്റൊരാൾ അഭിപ്രായപ്പെടുന്നു. ഒരു വിഭാഗം മുസ്ലിം വിശ്വാസികൾ മുനവർ അലിക്കെതിരെ രംഗത്തെത്തിയപ്പോൾ ചെറിയൊരു വിഭാഗം അദ്ദേഹത്തെ പിന്തുണച്ചും എത്തി. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ലീഗിന്റെ കൂട്ടുകെട്ടാണ് ഇതിന് കാരണമെന്നും ഒരു ആശംസാ പോസ്റ്റ് ഇടാൻ പോലും ലീഗ് നേതാക്കൾക്ക് അവകാശമില്ലാതെയായെന്നും അവർ പറയുന്നുണ്ട്. കാസയുടെ നേതൃത്വത്തിൽ ഒരു സംഘം മുസ്ലിം വിദ്വേഷത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കെ ഈ രീതിയിൽ ആശംസാക്കുറിപ്പിന് പോലും അസഹിഷ്ണുത പ്രകടിപ്പിക്കുമ്പോൾ കേരളത്തിൽ മതപരമായ ചേരിതിരിവിനുള്ള ശ്രമം കൂടിയാണ് നടക്കുന്നത് എന്ന് പറയേണ്ടി വരും. ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി വോട്ടു നേടാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾക്കും ഇപ്പോഴത്തെ വർഗീയ ചേരിതിരിവിൽ പങ്കുണ്ട്. എല്ലാ മനുഷ്യരും ഒന്നെന്ന തോന്നൽ ഉണ്ടായാൽ തന്നെ തീരാവുന്നതേ ഉള്ളൂ ഈ പറയുന്ന തമ്മിലടിയും ചേരിപ്പോരും എല്ലാം. മതസൗഹാർദ്ദം പരസ്പരം ഐക്യത്തിനും കാരുണ്യത്തിലുമാണ് വേണ്ടത്, മതാഘോഷങ്ങളിലും ആരാധനാലയങ്ങളിലും അല്ല. കാലം എത്ര കണ്ട് പുരോഗമിച്ചാലും ഇന്നും ഇത്തരം ചിന്താഗതിയോടെ ജീവിക്കുന്ന ഒരു വിഭാഗം നമുക്കിടയിലുണ്ടെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു സംഭവം.